മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മസാല ദോശ. വെറും മസാല ദോശയല്ല, മൈസൂർ മസാല ദോശ. മൈസൂർ മസാല ദോശ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മസാല ദോശയിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. അധികം സംസാരിച്ച് ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. മൈസൂർ മസാല ദോശയുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആ ദോശയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ചട്നിയാണ്. ആ ചട്നിക്ക് വേണ്ടിയിട്ട് ആ ഒരു പാനിൽ ഒരു 10 to 12 ഉണക്കമുളക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഡ്രൈ റോസ്റ്റാണ് ചെയ്യേണ്ടത്. നന്നായി റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ അതൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അതിലേക്ക് നല്ല തിളച്ച വെള്ളം അതൊഴിച്ചു കൊടുക്കണം. തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 30 to 40 മിനിറ്റ് അതിനെ മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂറായി റെസ്റ്റ് ആവുന്നു. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ജീരകം, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, 2 ഡേറ്റ്സ്, വലിയ 3 വെളുത്തുള്ളിയുടെ അല്ലികൾ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. നല്ല കട്ടയൊന്നും ഇല്ലാതെ നല്ലൊരു പേസ്റ്റ് പോലെ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് അരച്ചെടുക്കാം. ഇതിൽ ഡേറ്റ്സ് ഇല്ല എന്നാണെങ്കിൽ നമുക്ക് ശർക്കരയാണെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് മസാല ദോശയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാക്കാം. എന്താണത്? മസാല. ആ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നുകൂടി ചേർത്ത് ബ്രൗൺ കളറാവുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ഉണക്കമുളക്, 1 ഇഞ്ചി ചെറുതായി നുറുക്കിയത്, 3 പച്ചമുളക് ചെറുതായി നുറുക്കിയത്, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് നന്നായി വറുത്തെടുക്കുക. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 സവാള ചെറുതായി നുറുക്കിയതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് കായപ്പൊടിയും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിലേക്ക് വേറെ ഒരു പൊടികളും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് നന്നായി ഒന്ന് വഴണ്ടി വരട്ടെ. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട. ആ സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ. സവാളയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഉള്ളിയുടെ മസാലയും ഉരുളക്കിഴങ്ങും കൂടി നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ ഉരുളക്കിഴങ്ങ് മസാലയ്ക്ക് ഇനി ഒരു 1/2 കപ്പ് മല്ലിയില ചെറുതായി നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഈ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. മല്ലിയിലയും മസാലയും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മൈസൂർ മസാല ദോശയുടെ ചട്നിയും മസാലയും മാവും എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ദോശ മൊരിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1 to 1.5 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യിൽ ദോശ നന്നായി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചട്നി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ചട്നി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ദോശയുടെ ഫ്ലേവർ തന്നെ മാറ്റിക്കളയും. ചെറിയൊരു പുളിപ്പും ചെറിയൊരു മധുരവും എരിവും ഉപ്പ് രസവും എല്ലാം കൂടി മിക്സായിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. ചട്നി എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. മസാല വെച്ച് നടുക്ക് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ദോശ മടക്കി പ്ലേറ്റിൽ വെച്ച് നല്ല കട്ടി തേങ്ങ ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്.
ദോശ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.